കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ജയന്തിന് വേണ്ടി ഇന്ന് റാലി നടത്താൻ എത്തിയിരിക്കുന്നത് സാദിഖലി ശിഹാബ് തങ്ങളാണ്. നമുക്ക് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ. ഈ ദിവസങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കേരളത്തിൽ പര്യടനത്തിന് പോകാൻ പറ്റി. അവിടെയൊക്കെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് കാണാൻ പറ്റിയത്. UDF തന്നെ കേരളത്തെ അടുത്ത 5 വർഷക്കാലം കേരളത്തിന് ഭരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100 സീറ്റിലധികം കിട്ടുമെന്ന്. അത് എന്താണ് പ്രതീക്ഷ തോന്നുന്നത്? അദ്ദേഹം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞതിന് നമ്മൾ തള്ളിക്കളയുന്നില്ല. യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രതികരണമാണ്. അത് തന്നെയാണ് 90 ദിവസത്തിൽ ഏറെ തന്നെ UDF ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മെഹബൂബ് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. കോഴിക്കോട് നോർത്തിൽ അതുപോലെ തന്നെ കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ BJP ആയിട്ടുള്ള ഒരു കച്ചവടം, വോട്ട് കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ളത് അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. ഞങ്ങളിപ്പോൾ യാഥാർത്ഥ്യത്തോടെ, അതായത് മതേതരം, മതസൗഹാർദ്ദം, മതസഹിഷ്ണുത, ഇതൊക്കെയാണ് UDF മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ വിജയമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതില് അസൂയുള്ളവരൊക്കെ പറയാം, അത്രേ ഉള്ളൂ. പേരാമ്പ്രയിൽ അനൗൺസ്മെന്റ് വിഷയം വേറെ വിവാദമായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നലെ ജില്ലാ കളക്ടർ പറഞ്ഞത് ഇത്തരത്തിലൊരു ചട്ടലംഘനം നടന്നിട്ടുള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പേരാമ്പ്രയിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അവിടെ മതേതരത്വവും മതസൗഹാർദ്ദവും സഹവർത്തിത്വവും ഇതൊക്കെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ജനങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സ് അതാണ്. അപ്പം അതിൻ്റെ ഒരു വിജയം തന്നെ പേരാമ്പ്രയിൽ ഉണ്ടാവും. ഏതായാലും ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം പറയുന്നത് ഏതായാലും മികച്ച വിജയം കേരളത്തിൽ UDF ഉണ്ടാകുമെന്നുള്ളതാണ്. കോഴിക്കോട് നിന്ന് ലക്ഷ്മി പ്രിയ, അമൃത ന്യൂസ്.